ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വായിക്കുമ്പോൾ, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു. പിന്നെ അവിടുന്ന് പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാകുന്നു. അതായത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമി വന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ വായിക്കാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, 24-7, ഞാൻ യഹോവയെന്ന് എന്നെ അറിയുവാൻ തക്ക ഒരു ഹൃദയം ഞാൻ അവർക്ക് നൽകും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കലേക്ക് മടങ്ങി വരും. ഞാൻ യഹോവയെന്ന് എന്നെ അറിയുവാൻ തക്ക ഒരു ഹൃദയം ഞാൻ അവർക്ക് നൽകും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കലേക്ക് മടങ്ങി വരും എന്ന് ജെറമ്യായുടെ 24:7 പറയുന്നു. ജെറമ്യായുടെ തന്നെ 31-33 പറയുന്നു. 33 പറയുന്നു, ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന ഉടമ്പടി ഇപ്രകാരമാകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഹൃദയത്തിന്മേൽ ഞാൻ അത് എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 42:1 പറയുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, ഞാൻ അവനിൽ പ്രമോദിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജനതകൾക്ക് ന്യായം നടത്തി കൊടുക്കും. ഇതെല്ലാം പഴയ നിയമ പുസ്തകങ്ങളിലെ പ്രവചനങ്ങളാണ്. അപ്പോൾ തന്നെ യോവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 2:28-29 പറയുന്നു, പിന്നീട് ഞാൻ എൻ്റെ ആത്മാവിനെ സകല മനുഷ്യരുടെ മേലും പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഇത് യോവേലിൻ്റെ പുസ്തകത്തിൽ കൂടെ പറഞ്ഞു. എന്നിട്ട് ഇത് നമ്മൾ പിന്നീട് മുന്നിലോട്ട് കാണുന്നത് അപ്പസ്തോല പ്രവൃത്തിയിലാണ്. ഇതിൻ്റെ നടത്തിപ്പുകൾ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് അപ്പസ്തോല പ്രവൃത്തിയിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4, 5, 8 ഒക്കെ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് എഴുതിയേക്കുന്നു, ഒരവസരത്തിൽ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അവരോട് കൽപ്പിച്ചു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അതിരുകൾ വരെ എൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യും എന്ന് അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ യേശു ഉയർത്തിട്ട് 40ഓളം ദിവസങ്ങളിൽ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും 40-ാം ദിവസം താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്ന് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നെങ്കിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. എന്നാൽ അത് 8-ാമത്തെ വാക്യമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അതിരുകൾ വരെ എൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ശേഷം അവർ നോക്കിക്കൊണ്ടിരിക്കുക അവിടുന്ന് ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. നമ്മൾ ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം സുവിശേഷങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാം ഇടറിപ്പോയി. സത്യത്തിൽ എടുത്തിയാട്ടക്കാരനായ പത്രോസ് ഏറ്റവും കൂടുതൽ പേടിച്ചു പോയി. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഉയർപ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, കല്ലറയുടെ വാതൊക്കെ വന്ന് നിന്നിട്ട് മഗ്ദലനക്കാരി മറിയവും ആണ് ഓടി ആദ്യം വന്നതെങ്കിലും കല്ലറയ്ക്കകത്ത് കയറി നോക്കിയിട്ട് പോലും പത്രോസ് പിന്നെ അവിടെ അങ്ങ് നിന്നില്ല. കാരണം പത്രോസിനറിയാം, ഇത് റോമ ഗവൺമെൻറ്റിൻ്റെ സീലുള്ള കല്ലാണ് പൊട്ടിച്ചേക്കുന്നത്, നാളെ ഒരു കാലത്ത് വല്ല പണിയും വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര ഇടപാടുകളാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞതുകൊണ്ട്
അതായത് ഈ വണ്ടി അപകടം നടക്കുന്നിടത്തു നിന്ന് മനുഷ്യൻ ഓടി രക്ഷപ്പെടുന്നത് പോലെ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നാൽ വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് മനുഷ്യൻ പൊതുവെ സ്ഥലം വിടുന്നത് പോലെ പത്രോസ് മനസ്സിലായി ഈ റോമ ഗവൺമെൻറ്റിൻ്റെ സീല് പൊട്ടിച്ചത് കൊണ്ട് അത് പിന്നീട് വല്ല അന്വേഷണമൊക്കെ വരുമ്പോൾ ആദ്യമേ പത്രോസിനെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ പത്രോസ് ഭാരപ്പെട്ടു പോയി. പത്രോസ് അവിടെ പോലും നിന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാകുന്നു, യേശുവിനെ ക്രൂശിക്കാൻ പിടിക്കുന്ന സമയത്ത് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു, 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. പിന്നീട് ഈ ശിഷ്യന്മാരെല്ലാം മൊത്തത്തിൽ ഇടറിപ്പോയായിരുന്നു. നിയമവും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിലും ന്യായപ്രമാണമൊക്കെ ഇവർക്ക് അറിയാമെങ്കിലും ഇവർക്കതൊക്കെ അറിയാമെങ്കിലും ഇവരെല്ലാം ഭാരപ്പെട്ടു പോയായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഇത് നിങ്ങളെ കൊണ്ടൊന്നും, നിങ്ങൾക്കിത് നിയമത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മതപരമായ ആചാരങ്ങളിലൊന്നും നിങ്ങൾ നിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതാ യേശു പറഞ്ഞത്, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, അതാണ് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ് 24:7 പറഞ്ഞ്, ഞാൻ അവർക്ക് പുതിയ ഹൃദയം നൽകും, ഞാൻ അവരുടെ ഉള്ളിലാക്കും, പിന്നെ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ വെച്ചിരിക്കുന്നു. യെശയ്യാവിൻ്റെ 42:1 പറഞ്ഞതും, യോവേൽ 2:28, 28, 29 സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നൊക്കെ പറഞ്ഞ കാര്യമാണ് യേശു എടുത്ത് പറഞ്ഞത്. യേശു പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവ് വരാതെ ഒരുത്തനും പിടിച്ച് നിൽക്കില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17, 18 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. അന്ത്യകാലത്ത്, അത് പത്രോസ് പറഞ്ഞ കാര്യമാണ്. പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ്, ഈ ശക്തി ദൈവം അരുളി ചെയ്യുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിൻ്റെ മേലെ എൻ്റെ ആത്മാവിനെ പകർന്നു കൊടുക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവർ പ്രവചിക്കും എന്നെല്ലാം പറഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ പ്രസംഗം അങ്ങോട്ട് ധൈര്യപൂർവ്വം നടത്തിയതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നതാണ്. ഈ പരിശുദ്ധാത്മാവിനെ പകരുക, വിശ്വസിക്കുന്നവൻ്റെ മേൽ പകരുക, ആ പകരാൻ തക്കവണ്ണം ദൈവം മുമ്പിൽ ഒരുത്തനെ നീതിമാനാക്കുക, അതിന് തക്കവണ്ണം ന്യായപ്രമാണം എന്ന നിയമം പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക, അത് തൻ്റെ സ്വന്തം ശരീരത്ത് തന്നെ ചെയ്യുക, അങ്ങനെയുള്ള ആ വിശേഷം ജനത്തിനെ അറിയിക്കുക, ഇതിനൊക്കെ കൂടിയാണ് യേശു ഭൂമിയിൽ വന്നത്. യേശുവിൻ്റെ പുതിയ ഉടമ്പടിയും അതുതന്നെയാണ്. ഏദനിൽ നഷ്ടപ്പെട്ട ആത്മാവും ജീവവൃക്ഷത്തിൻ്റെ ഫലവും നൽകാനാണ് പ്രധാനമായിട്ടും യേശു വന്നതെന്ന് നമുക്ക് ആത്യന്തികമായി പഠിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഏദനിൽ ആ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ നടത്തിക്കൊണ്ടുപോയ കാലത്ത് ദൈവ തേജസ് വസ്ത്രമായിട്ട് അണിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടന്നിരുന്ന ജനത്തിന് നഷ്ടപ്പെട്ടു പോയ ആ അവസ്ഥ തിരികെ നൽകാനും ജീവവൃക്ഷത്തിൻ്റെ ഫലവും നൽകാനാണ് പ്രധാനമായും യേശു വന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പാപപരിഹാരവും ചെയ്തു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിനെ ഉള്ളിലാക്കും. നിയമമല്ല ഉള്ളിലാക്കുന്നത്, ഈ നിയമം നടത്താൻ പറ്റുന്ന പവറുള്ള ആളിനെ ഉള്ളിലാക്കും. ആദ്യത്തെ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, സാത്താനുമായി കമ്പനി കൂടരുത്, കൂടിയാൽ അവൻ ഉള്ളിലാകുമെന്നായിരുന്നു. അത് തെറ്റിച്ചു, ഉള്ളിലാക്കി. സാത്താൻ ഉള്ളിലുള്ളത് കൊണ്ട് പാപം ചെയ്തു. പാപത്തിന് പരിഹാരം ചെയ്യണം. അത് ന്യായപ്രമാണം പറയുന്ന രീതിയിലുള്ള ബലികൾ, പഴയ ഉടമ്പടി പ്രകാരമുള്ള ബലികൾ ചെയ്യണം. അത് യേശു തൻ്റെ ശരീരത്തിൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, യേശു പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കി കൊടുത്തു. ആ പുതിയ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശു ഇവിടെ വന്നത്. എന്നാൽ ഇന്ന് മനുഷ്യൻ പലരുടെയും പദ്ധതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഹോശയ്യ 10:4 ഇച്ചിരി ഡീപ്പായിട്ട് നോക്കിയാൽ, അവർ അനേകം വാഗ്ദാനങ്ങൾ നൽകുന്നു, വ്യാജ പ്രതിജ്ഞകൾ ചെയ്യുന്നു, ഉടമ്പടികൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഉഴന്നിട്ട നിലത്ത് വിഷക്കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് യേശു വന്നത് ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കാനാണെങ്കിൽ, യേശു വന്ന ഉടമ്പടി കാൽവരിയിൽ പൂർത്തീകരിച്ച് നടത്തിയ ഉടമ്പടി ഉണ്ടെങ്കിൽ, ഇന്ന് അനേകം വാഗ്ദാനങ്ങൾ നൽകുന്നു. ഇന്നിപ്പോൾ ഉടമ്പടികൾ പലതും നടക്കുന്നത് എന്തിനാ? കടം മാറാനും രോഗം മാറാനും ഒക്കെയാണ്. പക്ഷേ ഉടമ്പടിയൊക്കെ പൂർണ്ണമായിട്ടും ബൈബിൾ 2 ഉടമ്പടിയെ ബൈബിളിൻ്റെ വ്യവസ്ഥയിലുള്ളൂ, 2 പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് വ്യാജ പ്രതിജ്ഞകൾ ചെയ്യുന്നു, ഉടമ്പടികൾ ഉണ്ടാക്കുന്നു. വ്യാജ പ്രതിജ്ഞകളും വ്യാജ ഉടമ്പടികളുണ്ട്. അതുകൊണ്ട് ഉഴുതിട്ട നിലത്ത് വിഷക്കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു വന്നതിൻ്റെ ഉദ്ദേശത്തിന് പുറത്ത് ഉടമ്പടികളും കാര്യങ്ങളുമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ വ്യവഹാരങ്ങളുണ്ടാകുന്നു എന്നതാണ് സത്യമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിൽ വന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ, അത് ഏദനിൽ നഷ്ടപ്പെട്ടു പോയ
അവസ്ഥയാണ്. അതുകൂടാതെ ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടെ നൽകാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ നമുക്ക് കർത്താവിൻ്റെ വചനം അനുസരിച്ച് പോകാനും ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് പരപ്രേരണ കൂടാതെ പലരും പഠിപ്പിക്കാതെ നമുക്കിത് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് വരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസാന്തരപ്പെടേണ്ടവരോട് മാനസാന്തരപ്പെടുവാൻ, കർത്താവെ, അങ്ങയോട് തെറ്റ് ചെയ്യുന്നവർ അതിൽ നിന്ന് പിന്തിരിയുവാനൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.